വചനമൊഴി പള്ളിക്കുദാശ 4-ാം ഞായർ. വചനഭാഗം 1 രാജാക്കന്മാർ 6:11-13, എസെക്കിയേൽ 43:1-7, ഹെബ്രായർ 9:16-28, മത്തായിയുടെ സുവിശേഷം 22:41-46. വിശ്വാസി സമൂഹം ആരാധനാക്രമ മത്സരത്തിലെ അവസാനത്തെ ഞായറാഴ്ച ആചരിക്കുകയാണ്. മിശിഹ വീണ്ടെടുത്ത മനുഷ്യകുലത്തെ പിതാവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നതിനെയും മിശിഹായോടൊപ്പം സ്വർഗീയ ഭവനത്തിലുള്ള നിത്യവാസത്തെയുമാണ് ഈ അവസരത്തിൽ നാം ധ്യാനിക്കുന്നത്. മിശിഹ നിത്യരാജാവായി വാഴുന്നതും അവിടുത്തെ രാജത്വത്തിൻ്റെ മഹത്വവുമെല്ലാം ഇവിടെ ധ്യാന വിഷയമാകുന്നുണ്ട്. അവസാന ഞായറാഴ്ചത്തെ ദൈവവചന പ്രഘോഷണങ്ങളെല്ലാം സകലത്തിൻ്റെ രാജാവായ മിശിഹായെക്കുറിച്ചുള്ളതാണ്. ദൈവശാസ്ത്രപരമായി മിശിഹായുടെ രാജത്വ തിരുനാൾ ആചരിക്കേണ്ടത് സ്വർഗാരോഹണ തിരുനാളിലാണ്. മിശിഹ സ്വർഗാരോഹിതനായി സകലത്തിൻ്റെയും അധിപനായി പിതാവിൻ്റെ വലതുവശത്ത് ഉപവിഷ്ടനാകുന്നത് സ്വർഗാരോഹണത്തിലാണ്. പൗരസ്ത്യ സഭകളുടെ പാരമ്പര്യമനുസരിച്ച് സ്വർഗാരോഹണ തിരുനാളാണ് മിശിഹായുടെ രാജത്വ തിരുനാൾ. എന്നാൽ സകലത്തിൻ്റെയും നാഥനും രാജാതിരാജനുമായ മിശിഹായെ നാം ദർശിക്കുന്നത് നമ്മുടെ സ്വർഗ പ്രവേശനത്തിലൂടെ ആയതുകൊണ്ട് സ്വർഗത്തിലെ നിത്യമായ വാസത്തെ അനുസ്മരിക്കുന്ന പള്ളിക്കുദാശ കാലത്തിൻ്റെ അവസാന ഞായറാഴ്ച മിശിഹായുടെ രാജ്യത്വം അനുസ്മരിക്കുന്നത് ഉചിതമാണ്. ആണ്ടുവട്ടത്തിലെ അവസാന ഞായർ മിശിഹായുടെ രാജ്യത്വ തിരുനാളായി പാശ്ചാത്യ സഭകളിൽ ആചരിക്കുന്നുമുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം ഇസ്രായേൽ മക്കൾക്കിടയിൽ ഉണ്ടായിരിക്കാൻ വേണ്ടി ദൈവാലയം പണിയുന്ന സോളമനോട് കർത്താവ് പറയുന്ന വാക്കുകളാണ് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നിന്നുമുള്ള വചനഭാഗത്ത് നാം ശ്രവിക്കുന്നത്. അവിടുന്ന് പറയുന്നു, നീ എനിക്ക് ദൈവാലയം പണിയുകയാണല്ലോ. എൻ്റെ ചട്ടങ്ങൾ ആചരിച്ചും അനുശാസനങ്ങൾക്കനുസരിച്ചും എൻ്റെ കൽപ്പനകൾ പാലിച്ചും നടന്നാൽ ദാവീദിനോട് ചെയ്ത വാഗ്ദാനം നിന്നിൽ ഞാൻ നിറവേറ്റും. ഞാൻ ഇസ്രായേലിൻ്റെ മധ്യേ വസിക്കും. ഇസ്രായേലിൻ്റെ മധ്യേ അവിടുന്ന് വസിക്കുന്നത് വലിയ ദൈവാലയം പണിതുകൊണ്ടല്ല, മറിച്ച് അവിടുത്തെ മാർഗത്തിൽ ജനം ചരിക്കുന്നത് കൊണ്ടാണെന്ന് വചനം സൂചിപ്പിക്കുന്നു. എസെക്കിയേൽ പ്രവാചകനുണ്ടായ ദൈവാലയ ദർശനമാണ് പ്രവാചക ഗ്രന്ഥത്തിൽ നിന്നും നാം ശ്രവിക്കുന്നത്. ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് അകന്നുപോയപ്പോൾ, അവിടുത്തെ ചട്ടങ്ങൾ പാലിക്കാതെയും കൽപ്പനകൾ അനുസരിക്കാതെയും കഴിഞ്ഞപ്പോൾ ദൈവമഹത്വം ദൈവാലയത്തിൽ നിന്ന് പുറപ്പെട്ടു പോയിരുന്നു. എന്നാൽ അടിമത്തത്തിലേക്ക് പോയ ഇസ്രായേൽ ജനം അനുദപിച്ച് കർത്താവിൻ്റെ മാർഗത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കർത്താവിൻ്റെ മഹത്വം തിരിച്ചു വരും എന്നതാണ് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായത്തിൽ നിന്ന് നാം ശ്രവിക്കുന്നത്. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ വാസസ്ഥലങ്ങളായി വർത്തിക്കുന്നത് ദൈവാലയങ്ങളാണെങ്കിലും ദൈവാലയങ്ങളിൽ ദൈവസാന്നിധ്യം നൽകുന്നത് ജനത്തിൻ്റെ സ്നേഹക്കൂട്ടായ്മയിലാണ്. തങ്ങളുടെ പ്രവർത്തികൾ കർത്താവിനെതിരാവുകയും സഹോദര സ്നേഹം നഷ്ടപ്പെടുകയും ചെയ്യുമ്പോൾ ദൈവം ദൈവാലയങ്ങളിൽ നിന്നകലുന്നു. ഹെബ്രായക്കാർക്ക് എഴുതപ്പെട്ട ലേഖനത്തിൽ മിശിഹായുടെ ബലിയുടെ അനന്യതയാണ് എടുത്തു പറയുന്നത്. ആദ്യത്തെ ഉടമ്പടി ഉറപ്പിക്കുന്നതിന് മൃഗങ്ങളുടെ ബലിയർപ്പണത്താലുള്ള രക്തമുണ്ടായിരുന്നു. അത് സ്വർഗീയ കാര്യങ്ങളുടെ പ്രതിരൂപങ്ങളായവയെ വിശുദ്ധീകരിക്കുന്നതിനിടയാക്കി. എന്നാൽ മിശിഹായുടെ കുരിശിലെ ബലിയാലുള്ള തിരുരക്തത്താൽ സകലരെയും സ്വർഗപ്രവേശനത്തിന് യോഗ്യമാം വിധം വിശുദ്ധീകരിച്ചുകൊണ്ട് പുതിയ ഉടമ്പടി മുദ്രവെച്ച് എന്നേക്കുമായുള്ള ഏകബലി അർപ്പിക്കപ്പെട്ടു. ഫരീസേയരും ഈശോയും തമ്മിലുള്ള സംഭാഷണമാണ് വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന് ശ്രവിക്കുന്നത്. സദുക്കായരും ഫരീസേയരും ഈശോയോടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടും ഈശോയുടെ മേൽ കുറ്റം ആരോപിക്കുന്നതിന് തക്കം പാർത്തുകൊണ്ടും ഈശോയോടൊപ്പം നിരന്തരമുണ്ടായിരുന്നു. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിന് തൊട്ടുമുകളിൽ വിവരിക്കുന്നത് സദുക്കായരെ ഈശോ വാക്കുമുട്ടിച്ചെന്ന് കേട്ട് ഫരീസേയർ ഏറ്റവും പ്രധാന കൽപ്പന ഏത് എന്ന ചോദ്യവുമായി ഈശോയെ സമീപിക്കുന്നതാണ്. തുടർന്നു വരുന്ന ഭാഗത്ത് ഈശോ ഫരീസേയരോട് ചോദിക്കുന്ന ചോദ്യവും അവരുടെ മറുപടിയുമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. ഈശോ ഫരീസേയരോട് ചോദിക്കുന്നത്, നിങ്ങൾ മിശിഹായെക്കുറിച്ച് എന്തു വിചാരിക്കുന്നു? അവൻ ആരുടെ പുത്രനാണ് എന്നാണ്. യഹൂദന്മാരുടെ ഇടയിൽ വരാനിരിക്കുന്ന മിശിഹായെക്കുറിച്ച് പ്രതീക്ഷയുണ്ടായിരുന്നു. ഫരീസേയരുടെ മിശിഹാ പ്രതീക്ഷ എന്താണെന്നതാണ് ഈശോ ചോദിക്കുന്നത്. ഏശയ്യ 11:1-9, ജെറമ്യ 23:5, എസെക്കിയേൽ 34:23,
എന്നീ വചനങ്ങളുടെ വെളിച്ചത്തിലായിരിക്കണം ഫരീസയർ മറുപടി പറയുന്നത് ദാവീദിന്റെ പുത്രൻ. ഇസ്രായേലിന്റെ വിമോചകനായ മിശിഹ ദാവീദിന്റെ വംശത്തിൽ നിന്ന് വരും എന്നത് യഹൂദരുടെ വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും ഭാഗമായിരുന്നു. ബാബിലോൺ അടിമത്തത്തിന് ശേഷം ഇസ്രായേലിന് സ്വന്തമായ രാജാക്കന്മാരില്ലാതിരുന്ന അവസരത്തിൽ രാജകീയ സിംഹാസനങ്ങളോടനുബന്ധിച്ചുള്ള സങ്കീർത്തനങ്ങളെല്ലാം വരാനിരിക്കുന്ന മിശിഹായുമായി ബന്ധപ്പെടുത്തി കാണുവാനും വ്യാഖ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങിയിരുന്നു. 110 സങ്കീർത്തനത്തിൽ കർത്താവ് എൻ്റെ കർത്താവിനോട് പറഞ്ഞു എന്ന വചനം മിശിഹായും കർത്താവും തമ്മിലുള്ള സംഭാഷണത്തിന്റെ ഭാഗമായി കരുതിയിരുന്നു. സങ്കീർത്തന കർത്താവ് ദാവീദ് രാജാവായതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ കർത്താവ് എൻ്റെ കർത്താവിനോട് എന്ന പ്രയോഗത്തിൽ മിശിഹായെ സങ്കീർത്തകൻ എൻ്റെ കർത്താവ് എന്ന് വിളിക്കുകയാണ്. സങ്കീർത്തന കർത്താവ് ദാവീദ് രാജാവായതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ കർത്താവ് എൻ്റെ കർത്താവിനോട് എന്ന പ്രയോഗത്തിൽ മിശിഹായെ സങ്കീർത്തകൻ എൻ്റെ കർത്താവ് എന്ന് വിളിക്കുകയാണ്. പ്രകാരം ദാവീദ് മിശിഹായെ കർത്താവ് എന്ന് വിളിക്കുന്നതിലൂടെ മിശിഹ ദാവീദിനേക്കാൾ വലിയവനാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. ദാവീദിന്റെ വംശത്തിൽ പിറക്കുമെങ്കിലും അവന്റെ രാജത്വം ദാവീദിൽ നിന്നല്ല, മറിച്ച് അവിടുന്ന് ദൈവത്തിന്റെ അഭിഷിക്തനാണ്. മിശിഹായുടെ രാജത്വത്തിന്റെ പ്രതിരൂപം മാത്രമായിരുന്നു ദാവീദിൽ കാണപ്പെട്ടത്. ഇസ്രായേൽ പ്രതീക്ഷിച്ചിരുന്നതും നിത്യമായി നിലനിൽക്കുന്നതുമായ രാജത്വം മിശിഹായുടെ രാജത്വമായിരുന്നു. പള്ളിക്കുദാശ കാലത്ത് തിരുസഭ അനുസ്മരിക്കുന്നത് മിശിഹായുടെ നിത്യമായ രാജത്വത്തിന്റെ പ്രഘോഷണമാണ്.